കോൺക്ലേവിൽ വലിയ ഇടയന്റെ തിരഞ്ഞെടുപ്പ് നടന്ന അത്ഭുതകരമായ വിധങ്ങളെ വിവരിച്ചുകൊണ്ടുള്ള കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാടിന്റെ ലേഖനം ശ്രദ്ധ നേടുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. വിശുദ്ധ പത്രോസിന്റെ 267ാമത് പിൻഗാമിയായി കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രെവോസ്റ്റ് തിരഞ്ഞെടുക്കപ്പെടുകയും പരിശുദ്ധ പിതാവ് ലയോ 14 എന്ന നാമം അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. ലോകത്തിന്റെ ദൃഷ്ടികൾ വത്തിക്കാന്റെ ചിമ്മിനിക്കുഴലിലേക്ക് ഒതുങ്ങിയ 2 ദിനങ്ങളുടെ കാത്തിരിപ്പിന്റെ അവസാനം പത്രോസിന്റെ നാമധേയത്തിലുള്ള ചത്വരത്തിൽ തിങ്ങി നിറഞ്ഞ ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ കരഘോഷങ്ങളുടെ മധ്യത്തിലേക്കാണ് സമാധാനത്തിന്റെ വാക്കുകളുമായി അദ്ദേഹം കടന്നുവന്നത്. സഭയെ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നയിക്കുന്നത് എന്നത് വ്യക്തിപരമായി അനുഭവിക്കാൻ സാധിച്ച ഒരു അവസരമായിരുന്നു കോൺക്ലേവ് ദിവസങ്ങൾ. സഭയുടെ ബാഹ്യമായ സംവിധാനങ്ങൾ മാത്രം കാണുകയും അതിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുക എന്നത് സ്വാഭാവികമാണ്. അങ്ങനെ ചെയ്യുന്ന പലരെയും നമുക്ക് ചുറ്റും കാണാനുമാകും. എന്നാൽ സഭയുടെ യഥാർത്ഥ ശക്തി പരിശുദ്ധാത്മാവാണ് എന്ന ആഴമായ അനുഭവം വ്യക്തമായി പകരുന്ന ഒരവസരമായിരുന്നു കോൺക്ലേവ് ദിനങ്ങൾ. സഭയുടെ ആവശ്യങ്ങളെയും കാലഘട്ടത്തിന്റെ പ്രത്യേകതകളെയും കണക്കിലെടുത്ത് അവയോട് പ്രതികരിക്കാൻ സഭയെ സഹായിക്കുന്ന വലിയ ഇടയനെ ദൈവം അത്ഭുതകരമായി നൽകി. അധികം ബുദ്ധിമുട്ടുകളില്ലാതെ ദൈവാനുഗ്രഹത്തിന്റെ ചിറകേറിയാണ് ഈ തിരഞ്ഞെടുപ്പ് നടന്നത്. ഈ കോൺക്ലേവിൽ പങ്കെടുത്ത കർദിനാൾമാരിൽ 108 പേർ ഫ്രാൻസിസ് പാപ്പ തിരഞ്ഞെടുത്തവരായിരുന്നു. അവർ തമ്മിൽ വലിയ പരിചയമില്ലായിരുന്നു. എന്നിരിക്കലും ഭിന്നതകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ കാലതാമസമോ കൂടാതെ പുതിയ പിതാവിനെ തിരഞ്ഞെടുക്കാൻ കർദിനാൾ സംഘത്തിന് സാധിച്ചു എന്നത് ദൈവിക ഇടപെടലിന്റെ തെളിവാണ്. ലയോ 14 പാപ്പയെ അദ്ദേഹം കർദിനാളായിരുന്ന കാലം മുതൽ തന്നെ എനിക്ക് പരിചയമുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഫ്രാൻസിസ് പാപ്പയുടെ അപ്പസ്തോലിക യാത്രകളിൽ അദ്ദേഹത്തെ അനുഗമിക്കുന്ന സംഘത്തോടൊപ്പം പിതാവിന്റെ പ്രത്യേക താൽപര്യത്താൽ ഉൾപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. സാധാരണഗതിയിൽ മെത്രാൻമാർക്കായുള്ള തിരുസംഘത്തിന്റെ തലവൻ മാർപ്പാപ്പയുടെ യാത്രയിൽ പങ്കെടുക്കാറുള്ളതല്ല. പക്ഷേ ഓരോ അവസരത്തിലും മാർപ്പാപ്പ തന്നെ മുൻകൈയെടുത്ത് അദ്ദേഹത്തെ ഉൾപ്പെടുത്തുമായിരുന്നു. ഇന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ പത്രോസിന്റെ പിൻഗാമിയുടെ ശ്ലൈഹിക യാത്രകൾ എങ്ങനെയാണ് എന്നത് കണ്ടുപഠിക്കാൻ അദ്ദേഹത്തെ കൂടെ കൂട്ടിയിരുന്നതുപോലെ എനിക്ക് തോന്നുന്നു. ആ യാത്രകളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കി അതിനായി തയ്യാറെടുക്കാൻ ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തെ ഒരുക്കിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. വളരെ സൗമ്യനും ശാന്തനുമായ പ്രകൃതത്തിന്റെ ഉടമയായ അദ്ദേഹം തന്റെ ഉത്തരവാദിത്വങ്ങളും തീരുമാനങ്ങളും വിവേകത്തോടും സൗമനസ്യത്തോടെയും എടുക്കുന്ന ഒരാളാണ്. ഞാൻ കർദിനാളായ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തോട് എങ്ങനെയാണ് ഒരു കർദിനാൾ ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ മറുപടി നൽകി: ഞാനും കർദിനാളായിട്ട് അധികമായിട്ടില്ല. പ്രത്യേകമായ രീതിയിൽ സഭയ്ക്കായി സംലഭ്യനാകാനും സഭയ്ക്ക് വേണ്ടി ജീവിക്കാനും പ്രാർത്ഥിക്കാനും സഭയ്ക്കായി മുഴുവനായി തന്നെ നൽകാനുമുള്ള ജീവിതമാണ് എന്ന മറുപടി നൽകിയത് ഞാൻ ഓർക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ ഉത്ഥാനത്തിന്റെ ആശംസകളും ആശീർവാദവും നൽകി കടന്നുപോയി. ലയോ 14 പാപ്പ ഉത്ഥിതനായ ഈശോയുടെ വാക്കുകൾ ഉദ്ധരിച്ചാണ് തന്റെ ആദ്യ പ്രഭാഷണം ആരംഭിച്ചത്. എല്ലാവർക്കും, കുടുംബങ്ങൾക്കും വേദന അനുഭവിക്കുന്നവർക്കുമെല്ലാം സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശമാണ് അദ്ദേഹം പകർന്നത്. ലയോ 14 എന്ന പേര് പുതിയ പാപ്പ സ്വീകരിക്കുമ്പോൾ 13 ലയോ പാപ്പയുടെ ശുശ്രൂഷാ മേഖലകളുടെ പ്രത്യേകതകളും നാം ഓർത്തിരിക്കേണ്ടതുണ്ട്. തൊഴിലാളികളുടെ പാപ്പ എന്നറിയപ്പെടുന്ന അദ്ദേഹം റേരും നൊവാരും എന്ന തിരുവെഴുത്ത് വഴി സഭയുടെ സാമൂഹിക നീതിയുടെയും തൊഴിലിനോടുള്ള ആഭിമുഖ്യത്തിന്റെയും വ്യക്തമായ പഠനം നൽകിയ പാപ്പയാണ്. 25 വർഷത്തോളം നീണ്ട തന്റെ ശ്ലൈഹിക ശുശ്രൂഷയിൽ ലയോ 13 പാപ്പ ചെയ്തതുപോലെ കത്തോലിക്ക സഭയുടെ പഠനങ്ങളോട് പൂർണ്ണ വിശ്വസ്തത പുലർത്തി ആധുനിക കാലഘട്ടത്തിന്റെ ഭൗതികവും സാമൂഹികവും അജപാലനപരവുമായ പ്രശ്നങ്ങളോട് പ്രതികരിക്കാൻ ഈ വലിയ ഇടയൻ നമ്മെ നയിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ലയോ 14 പാപ്പ ശ്ലൈഹിക ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം. യുദ്ധങ്ങളും വേദനകളും നിറയുന്ന ഈ കാലഘട്ടത്തിൽ പിതാവിന്റെ സന്ദേശവും തുടർന്നുള്ള ജീവിതവും അനേകർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന വാക്കുകളോടെയാണ് മാർ ജോർജ് കൂവക്കാടിന്റെ ലേഖനം അവസാനിക്കുന്നത്.